Hello friends, Technically Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Realme 6 Pro നെ കുറിച്ചാണ്. അപ്പോൾ Realme 6 Pro ഓൾറെഡി അനൗൺസ് ചെയ്തിട്ട് ഇന്ത്യയിൽ. അപ്പോൾ Realme 6 Proന്റെ വിശേഷങ്ങൾ, സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ Realme 6 Pro എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് Realme 5 Pro ആയിട്ട് നോക്കുമ്പോൾ വളരെ ഒരു മാസീവ് അപ്ഗ്രേഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളിൽ പ്രോസസ്സർ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറാസ് ആണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു മികച്ച ആസ്പെക്ട്സ് ആണ് Realme 6 Proയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റിൽ ഡിസ്പ്ലേ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് വരുന്നത്. അതുകൂടാണ്ട് ഇതിന് ബാറ്ററി കപ്പാസിറ്റിയും അപ്ഡേറ്റഡ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അപ്ഡേറ്റഡ് ആണ്. Android 10 വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് ഒരു 6.6 ഇഞ്ചസ് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം നമുക്ക്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ IPS LCD പാനലാണ് കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ലിമിറ്റഡ് ടൈം ഓഫ് യൂസിൽ നമുക്ക് തോന്നിയ വളരെ നല്ല ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല ടച്ച് റെസ്പോൺസും എല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് നമുക്ക് തോന്നി. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ മിക്കവാറും ഇത് 15,000 താഴെയാണ് വരുന്നത്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ Realme 6 Pro Realme UI വേർഷൻ 1.0 ആണ് നിങ്ങൾക്ക് കാണാം. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് Android 10 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാം. കാരണം ലേറ്റസ്റ്റ് വേർഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. അപ്പോൾ Android 10 വരുന്നുണ്ട്. Realme UI ആണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 720G ആണ് പ്രോസസ്സർ വരുന്നത്. അപ്പോൾ നമുക്ക് Realme UI നമ്മൾ ഓൾറെഡി കണ്ട പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്ഡേറ്റഡ് ഹാർഡ്വെയർ ആണ് വരുന്നത്. സപ്പോർട്ട് ഫോർ തീംസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഗെയിംസ് ഉണ്ട്, ആപ്പ് ക്ലോണർ, പിന്നെ സ്മാർട്ട് ആൻഡ് കൺവീനിയൻറ്റ് ടൂൾ, സ്മാർട്ട് സർവീസസ്, ഡ്രൈവിംഗ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയ ഒരു UI ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം സോഫ്റ്റ്വെയർ വൈസ് കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ റിയൽമി അല്ലെങ്കിൽ കളർ വോയിസിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നി. കാരണം ഒബ്വിയസ്ലി ന്യൂ UI കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. അത് നല്ല ശരിക്കും ഇതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു UI ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം പറയാം. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ 720G പ്രോസസ്സർ വരുന്നത്. അപ്പോൾ ക്വാൾകോം ഇപ്പോൾ അടുത്ത് അനൗൺസ് ചെയ്ത പ്രോസസ്സറാണ് 720G. 730Gനെ പോലെ തന്നെ ഓൾമോസ്റ്റ് അതേ പെർഫോമൻസിൽ വരുന്ന പ്രോസസ്സറാണ് 720G. പക്ഷേ കോസ്റ്റ് വൈസ് കുറച്ചുകൂടെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 720Gക്ക് ഈക്വൽ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 730നെ പോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് എബിലിറ്റീസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 4GB RAM, 8GB RAM, 6GB RAM, അങ്ങനെ ഒരുപാട് വേരിയൻസ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് 8GB RAM വേരിയൻ്റ് ആണ്. 256GB സ്റ്റോറേജും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് വേറെ എടുത്ത് പറയാവുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് റിയർ പാനലിൽ ഇതിനകത്ത് 64 MP പ്രൈമറി സെൻസറാണ് വരുന്നത്. സാംസങ്ങിൻ്റെ GW1 സെൻസറാണ്. ഒരു 12 MP ടെലിഫോട്ടോ ലെൻസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 MP ഫോർത്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ക്യാമറ വൈസും അപ്ഗ്രേഡ്സ് ഉണ്ട്. 64 MP GW1 സെൻസർ നമുക്ക് Redmi Note 8 Proയിലും കണ്ട അതേ സെൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. Redmi Note 8 Proയിൽ മാക്രോ സെൻസർ ആയിരുന്നു, ഇവിടെ ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് മാറ്റമുള്ളതെന്ന് വെച്ചാൽ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. ഇപ്പോൾ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ 16+8 MP പഞ്ച് ഹോൾ ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡുവൽ പഞ്ച് ഹോൾ ക്യാമറാസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നമുക്ക് കുറച്ച് കാണിക്കാം. ഇതൊക്കെയാണ് Realme 6 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്.
ഇനി ഇതിനകത്ത് എടുത്ത് പറയാവുന്നത് ബാറ്ററിയാണ്. 4300 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വൂക്ക് ഫ്ലാഷ് ചാർജ് 30 ആണ് വരുന്നത്. അപ്പോൾ നല്ല പെർഫോമൻസ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. വൂക്ക് ഫ്ലാഷ് ചാർജിന് 30 വാട്ട് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 4300 mAh കപ്പാസിറ്റി അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പവർ കീ ആണ്. നിങ്ങൾക്ക് പവർ ബട്ടണിനകത്ത് തന്നെയാണ് ഇൻറ്റഗ്രേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. അപ്പോൾ നമ്മൾ പോക്കോ X2 കണ്ട മാതിരി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ്. പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലേ, അൺലോക്കിംഗ് നല്ല ഫാസ്റ്റാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് വോളിയം കീസ് വരുന്നത്. പിന്നെ സിം ട്രേ ആണ്. സിം ട്രേയിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ബോട്ടം പാനലാണെങ്കിൽ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ബാക്ക് പാനലിൽ പ്ലെയിൻ ആയിട്ട് ക്യാമറ മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ. റിയൽമിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്. പിന്നെ കുറച്ചൊരു വെയിറ്റുള്ള ഡിവൈസാണ്, തീർച്ചയായിട്ടും കുറച്ചൊരു ഹെവിയാണ്. അഡീഷണൽ കപ്പാസിറ്റി ബാറ്ററിയും ഒരുപാട് നല്ല ഫിനിഷും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ കുറച്ചൊരു ഹെവിയാണ്, എങ്കിലും കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു റിയൽമി 6 Proൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോസ് പിന്നീട് പോസ്റ്റ് ചെയ്യേണ്ട ഗെയിമിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ നമ്മൾ എല്ലാ ആസ്പെക്ട്സും ഡിവൈസിനെ കുറിച്ച് പറയേണ്ടായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.